ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ ഇ ഡി അന്വേഷണത്തിനിടയിലും കെ ഡി പ്രതാപന്റെ നിക്ഷേപ തട്ടിപ്പ് HR ഇന്നൊവേഷൻ എന്ന പേരിൽ ജാർഖണ്ഡിൽ നിന്നും 68 ലക്ഷം രൂപ തട്ടി ഇ ഡി സ്വത്ത് കണ്ടുകെട്ടിയതിന് പിന്നാലെയാണ് തട്ടിപ്പുകൾ ആവർത്തിച്ചത്. ഇവരുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഇ ഡിയുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു, സ്വത്തുക്കൾ കണ്ടുകിട്ടുന്നു, പക്ഷെ അപ്പോഴും തട്ടിപ്പിന് ഒരു അവസാനം ഉണ്ടാകുന്നില്ല അല്ലേ? കെ പി പറഞ്ഞതുപോലെ തന്നെ തട്ടിപ്പിന്റെ ഏറ്റവും വലിയ ഒരു വ്യാപ്തി എങ്ങനെയാണോ ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പിൽ ഈ ഒരു അന്വേഷണം, വിവിധ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്നതിനിടയിൽ പോലും തട്ടിപ്പിന് ഉള്ള കാണിക്കുന്ന ധൈര്യം, അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ മാർഗങ്ങൾ, അത് തന്നെയാണ് അന്വേഷണ സംഘത്തെ ഏറ്റവും അധികം ഞെട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരവും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ ഡി പ്രതാപന്റെ കസ്റ്റഡി അപേക്ഷയിലാണ് നിർണായകമായ ഈ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുള്ളത്. ജാർഖണ്ഡിൽ വെച്ചാണ് തട്ടിപ്പ് നടത്തിയത്. അതായത് നേരത്തെ അന്വേഷണ പരിധിക്ക് മുമ്പുള്ള ഒരു തട്ടിപ്പല്ല. ഈ അന്വേഷണത്തിന് ശേഷം ഇവർ 1-2 തവണ ചോദ്യം ചെയ്യലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിൽ ഹാജരാകുന്നുണ്ട്. കെ ഡി പ്രതാപനും ഹൈറിച്ച് ഉടമ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനയുമാണ് നിരവധി തവണ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. ഇത്തരത്തിൽ 1-2 തവണ ഹാജരായതിനു ശേഷമാണ് ഈ വലിയ സാമ്പത്തിക തട്ടിപ്പിലേക്ക് ഈ പ്രതികൾ വീണ്ടും മാറുന്നത്, ഈ പ്രതി വീണ്ടും മാറിയത് എന്നതാണ് ഏറ്റവും പ്രധാനം. അവിടെ 68 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ജാർഖണ്ഡിൽ നടത്തിയത്. HR ഇന്നൊവേഷൻ എന്ന പേരിലാണ് തട്ടിപ്പ് നടത്തിയത്. നേരത്തെ ഹൈറിച്ചിന്റെ വിവിധ പേരുകൾ, ഹൈറിച്ച് എന്ന പേരിൽ പല സ്ഥാപനങ്ങൾ ആരംഭിച്ചായിരുന്നു തട്ടിപ്പ്. ഇതിനെല്ലാം തന്നെ ഒരു ഏകീകൃത രൂപം എന്ന് പറയുന്നത് മണി ചെയിൻ സാമ്പത്തിക തട്ടിപ്പുകളായിരുന്നു ഇതെല്ലാം എന്നതാണ്. എന്നാൽ മണി ചെയിൻ സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഹൈറിച്ച് ഇന്നൊവേഷൻ എന്ന പേരിലാണ് ഈ 2024 ഏപ്രിൽ മാസത്തിൽ കൂടി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ തട്ടിപ്പിന് കളമൊരുക്കിയത് ഇതിന്റെ ടീം ലീഡേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടാണ്. ടീം ലീഡേഴ്സിന്റെ പേരിലാണ് ജാർഖണ്ഡിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് കമ്പനി സ്വരൂക്കൂട്ടിയത്, തട്ടിക്കൂട്ടിയത്. അതിനുശേഷമാണ് 24 ആളുകളിൽ നിന്നായി ഈ വലിയ തുക കൈക്കലാക്കുന്ന ഒരു രീതിയിലേക്ക് ഹൈറിച്ച് ഉടമകൾ മാറുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ അടക്കമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷിക്കണമെന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷണ സംഘം ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ഹൈറിച്ചിന്റെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും കൈമാറാൻ കെ ഡി പ്രതാപൻ തയ്യാറായിരുന്നില്ല. ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിൽ പോലും അന്വേഷണ സംഘത്തോട് സഹകരിക്കാൻ പോലും കെ ഡി പ്രതാപൻ തയ്യാറായിരുന്നില്ല എന്ന് അന്വേഷണ സംഘം ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് സൈബർ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ, മുംബൈയിൽ നിന്നുള്ള സൈബർ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെയാണ് തട്ടിപ്പിന്റെ ഒരു ആഴം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇത് പണം പോയ വഴികളുടെ ഗ്രാഫ് അടക്കമുള്ള കാര്യങ്ങൾ ഈ വിദഗ്ധ സംഘം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ നിർണായകമായ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. കെ പി